വീഴുമ്പോൾ അറിയാം മനസ്സുകൊണ്ട് മാത്രം സ്നേഹം തന്നവരെയും അഭിനയം കൊണ്ട് നേട്ടം കൊയ്തവരെയും. നിങ്ങൾക്ക് നല്ലൊരു ഹൃദയമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ കൂടുതൽ സഹായിക്കും, കൂടുതൽ വിശ്വസിക്കും, കൂടുതൽ സ്നേഹിക്കും. മാത്രമല്ല നിങ്ങൾക്ക് കൂടുതൽ വേദനിക്കേണ്ടി വരും. ഒരു പ്രാവശ്യം ജയിക്കാനായി നിങ്ങൾ പലതവണ തോൽക്കേണ്ടി വരും. എല്ലാത്തിലും പരാതി പറഞ്ഞ് നടക്കുന്നവർ വിജയം അർഹിക്കുന്നില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നില്ല എന്നത് തന്നെയാണ്. സ്വയം വ്യക്തിത്വം തിരിച്ചറിഞ്ഞവർ പരാജയപ്പെടില്ല. എപ്പോഴും വിനയം പ്രകടിപ്പിക്കുകയും നിസ്സാരമായ ഉപകാരങ്ങൾക്ക് കൃതജ്ഞത ഉണ്ടായിരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്നതാണ്. ജീവിതത്തിൽ പലപ്പോഴും മറ്റാരുമില്ലെങ്കിലും ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്ന ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം. നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം നിങ്ങളുടെ മനോഭാവം മാത്രമാണ്. കണ്ണു നിറച്ച ഓർമ്മകളെ സൂക്ഷിച്ചു വെക്കണം. അതോർത്ത് വീണ്ടും കരയാനല്ല, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ ഒരിക്കൽ കൂടി തോറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രം. മൃദുവായ സ്വഭാവം ബലഹീനതയായി കാണരുത്. ഓർമ്മിക്കുക, വെള്ളം പോലെ മൃദുവായത് വേറെ ഒന്നുമില്ല. പക്ഷെ അതിന്റെ ശക്തി ഏറ്റവും ശക്തമായ പാറകളെ പോലും തകർക്കാൻ കഴിയും. നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണു തുറന്ന് നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോടുകൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ്. മനസ്സമാധാനം അവിടെയാണ്, അവിടെ മാത്രമാണ്. മനസ്സിന്റെ സന്തോഷവും സംതൃപ്തിയുമാണ് ഒരു മനുഷ്യന് സമാധാനം കൈവരുന്നത്. നേർത്ത മഴത്തുള്ളികൾ കുളിർമ നൽകും പോലെ സമാധാനം നമ്മുടെ ജീവിതം ശാന്തമാക്കുന്നു. സ്ത്രീകൾക്ക് ഒരു ആണിനെ മാനസികമായി കീഴ്പ്പെടുത്താൻ 2 കാര്യങ്ങൾ മതി. 1 സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, 2 അനുയോജ്യമായ സമയങ്ങളിൽ കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീർ. ഒന്നിനെയും പറ്റി അമിതമായി ആലോചിക്കരുത്. നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. ഒന്നിനു വേണ്ടിയും അമിതമായി യാചിക്കരുത്. നിങ്ങൾ അപമാനിക്കപ്പെട്ടേക്കാം. നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുക. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക. രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഉയർത്തും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.